സ്നേഹാഭിവാദ്യങ്ങൾ. മാനുഷാദകളുയരട്ടെ, മൗനം വിട്ടുണരട്ടെ, പുതിയൊരു വാത്മികമുടയട്ടെ, നവ മാനുഷാദുയരട്ടെ, പുതിയൊരു വാത്മികമുടയട്ടെ, നവ മാനുഷാദുയരട്ടെ. മനുഷ്യ മനസ്സുകൾ പ്രക്ഷുബ്ധമാക്കുന്ന ആസുരമായ കാലത്ത് ഞാനൊരു കഥ അവതരിപ്പിക്കുന്നു. വില്യം ഷെറോണിന്റെ സോഫീസ് ചോയ്സ്. 40കളിൽ പോളണ്ടിലാണ് കഥ നടക്കുന്നത്. സോഷ്യലിസത്തിന്റെ അങ്കണങ്ങളിൽ പിച്ചുവച്ച് തുടങ്ങിയ പോളണ്ടിനെ ഹിറ്റ്ലറുടെ സൈന്യം കീഴടക്കിയിരിക്കുന്നു. എങ്ങും നിസ്സഹായതയുടെ നിലവിളികൾ, മരണത്തിന്റെ ഞെരുക്കങ്ങൾ, ഭീതിയുടെ ദീർഘനിശ്വാസം. പോളണ്ടിലെ കത്തോലിക്കരുടെ തെരുവിലെ നിരവധി ഫ്ലാറ്റുകൾ. രാത്രി ഏറെയായി. ഒരു ഫ്ലാറ്റിലെ പുറത്തേക്കുള്ള ജനാല സാവകാശം അടയുന്നു. ആ ജനാലകൾക്കിടയിലൂടെ ഒരു കുഞ്ഞിന്റെ നിലവിളി അടിച്ചടിച്ചെത്തുന്നുണ്ട്. ആ കുഞ്ഞിനെ ആരോ മൃദുവായി ശകാരിക്കുന്നു. അതെ, അത് സോഫിയുടെ വീടാണ്, അതിസുന്ദരിയായ കത്തോലിക്ക യുവതി. ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോകൾ സ്വന്തം ഭർത്താവിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യം. 100 വസന്തം തളിരണിയുന്നു, പൂവണിയുന്നു, പൊഴിയുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ വാരിപ്പൂശി സോഫി. പക്ഷേ വിധിയുടെ കൈകൾ തഴുകുമ്പോൾ അത് വിധിയോ തീമഴയാകുമോ? സോഫിക്ക് ഇപ്പോൾ ഒരൊറ്റ സ്വപ്നം മാത്രം. തൻ്റെ മക്കൾ ജാൻ, ഇവ. മൂത്തവൻ ജാൻ, ഇളയവൾ ഇവ. ജാൻ മിടുക്കന, അച്ഛനെ പോലെ. ഇവ കുറുമ്പുകാരിയ. അതിനെന്താ, മാലാഖയുടെ ശബ്ദം, അത് മാത്രം മതിയല്ലോ. ഒരു കഷ്ണം റൊട്ടി പോലും എങ്ങും കിട്ടാനില്ല. ഇവരെ ഞാൻ എങ്ങനെ വളർത്തും? അമ്മേ, എനിക്ക് വിശക്കുന്നു അമ്മേ. ഇവ നിലവിളിക്കാൻ തുടങ്ങി. മോളെ, വിഷമിക്കരുത്. ഇല്ലമ്മേ, ഞാൻ ചത്തുപോകും. എൻ്റെ പാവക്കുട്ടിക്ക് വിശക്കും അമ്മേ. മോളെ, ആർക്കും ആരെയും സഹായിക്കാൻ കഴിയില്ല. വാ, രണ്ടുപേരും വന്ന് ഉറങ്ങി. ആ കുട്ടികൾ തളർന്നു കിടന്നു. വൃദ്ധയും രോഗിയുമായ വല്യമ്മയുടെ ഞെരുക്കം മാത്രം കേൾക്കാനുണ്ട്. സോഫിയെ, വല്യമ്മ, സോഫിയുടെ ഭർത്തൃമാതാവ്. എടി, എനിക്ക് വിശക്കുന്നടി, എന്നേലും തിന്നാത്ത. അമ്മേ, ബഹളം വയ്ക്കരുത്. അമ്മേ, ബഹളം വയ്ക്കരുത്. ആ കാലന്മാർ എപ്പോഴാ കടന്നു വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഏതവന്മാരാണ് ഇത്? നമ്മുടെ വീടല്ലേ അമ്മേ. നിരത്ത് മുഴുവനും പോലീസും പട്ടാളവുമാണ്. അവന്മാർ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. എടി, നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിടിച്ചോണ്ട് പോകാൻ. വല്യമ്മയ്ക്ക് കണ്ണും മൂക്കുമില്ല. പോളണ്ടിലെ ജൂതന്മാരെ മാത്രമല്ല, അവർ കത്തോലിക്കരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഗ്യാസ് ചേമ്പറിലേക്ക് തള്ളുന്നു. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടറ്റു വീണു പോയി ജീവിതം, ഞെട്ടറ്റു വീണു പോയി. ജൂതന്മാരെ മാത്രമല്ല, ഫാസിസത്തിന്റെ ചുരുളുകാർ പോലും രക്ഷപ്പെടുന്നില്ല. അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം ജൂതവിരോധം ലോക മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഒരു നിമിത്തം മാത്രം. വർഷങ്ങളായി ക്രിസ്ത്യൻ മനസ്സുകളിൽ കറുത്ത് കട്ടപ്പിടിച്ചിരിക്കുന്ന ജൂതവിരോധം മുതലെടുക്കുക മാത്രമാണ് അവർ ചെയ്തത്. ഇപ്പോൾ അവർ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉയരുന്നു. വർഷങ്ങളായി ബെർക്കലിയിലെ ഗ്യാസ് ചേമ്പറിൽ നിന്ന് ഉയരുന്ന ജൂതന്മാരുടെ കത്തിക്കരിയുന്ന മാംസം കത്തിക്കരിയുമ്പോൾ അവർ കത്തോലിക്കർ ആഹ്ലാദ നൃത്തം ചവിട്ടും. യഹോവയെ തള്ളിപ്പറഞ്ഞവർ അനുഭവിക്കട്ടെ. കഴിഞ്ഞ ദിവസം ജർമ്മൻ സൈന്യം കന്യാസ്ത്രീ മഠത്തിലേക്ക് ഇരച്ചു കയറി. കർത്താവിന്റെ മണവാട്ടികൾ പരക്കം പറഞ്ഞു. സ്വന്തം മാനം കാക്കുന്നുള്ള ആർത്തനാദങ്ങൾ, കാക്കിക്കുള്ളിൽ നിന്നും പൈശാചികമായ അട്ടഹാസങ്ങൾ. അവർ 100 കണക്കിന് കന്യാസ്ത്രീകളെ ബലമായി പിടിച്ചു. ഉടുത്തിരികൾ അഴിച്ചെറിഞ്ഞു. ചാർജ്! ഓഫീസറുടെ കൽപ്പന. കവചിത വാഹനങ്ങളിൽ നിന്നും വിദഗ്ധമായ പരിശീലനം നേടിയ വേട്ട് നായ്ക്കൾ അവർക്ക് നേരെ പിടിച്ചു. പച്ച മാംസം കടിച്ചു പറിച്ചു. പരിശുദ്ധരായ പെൺകിടങ്ങൾ പിടഞ്ഞ് നിലവിളിക്കുമ്പോഴും ജർമ്മൻ സൈന്യം ലഹരിയിൽ ആനന്ദ നൃത്തം ചവിട്ടുന്നു. കർത്താവിന്റെ മണവാട്ടികൾ, കന്യാസ്ത്രീകൾ ഇനി കന്യകമാരല്ലല്ലോ. മട്ടവും പരിസരവും ചോര തളം കെട്ടി നിന്നു. ആർത്തനാദങ്ങൾ ഞെരുക്കങ്ങളായി മാറി. ഒടുവിൽ അതും നേർത്ത് നിലച്ചു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. സോഫി കണ്ണു കുറച്ചു. ഇവ എഴുതിയെത്തി. അമ്മേ, അമ്മ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിട്ടാണോ? എൻ്റെ പാവക്കുട്ടിക്ക് വിശക്കും അമ്മേ. എൻ്റെ വിശപ്പ് സാരമില്ലായിരുന്നു. മോളെ, വിഷമിക്കരുത്. ഇവ സോഫി ഇവയെ മാറോട് ചേർത്തു. അമ്മ നാളെ എങ്ങനെയും എൻ്റെ പൊന്നുമക്കൾക്ക് റൊട്ടിയും ഇറച്ചിയും കൊണ്ടുതരാം. അത് വെറും വാക്കാന്ന് അവൾക്ക് തന്നെ അറിയായിരുന്നു.
സോഫിയെ, ഇറച്ചി എനിക്കും കൊണ്ടുതാടി. അമ്മേ, ഇറച്ചി എന്ന് പറഞ്ഞ് ബഹളം വെക്കരുത്. അവൾ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇറച്ചി പോലുള്ള ഭക്ഷണ വസ്തുക്കൾ ജർമ്മൻ പട്ടാളക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അത് സാധാരണ പൗരന്മാർ കഴിക്കുന്നെന്നും അവർ വിലക്കിയിരിക്കുന്നു. എടി, എനിക്ക് വിശക്കുന്നടി. വല്യമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, വിശപ്പിന്റെ ഭ്രാന്ത്. വാതിലിൽ ആരോ മുട്ടുന്നു. അമ്മേ, മിണ്ടരുത്, മിണ്ടരുത്. മിണ്ടും കൊണ്ടുവാടി. വാതിലിൽ വീണ്ടും മുട്ടി. സോഫി ഭീതിയോടെ വാതിൽ തുറന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ ഡെസ്ക് ഉയർന്നൊരു ഓഫീസർ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്താടി നിന്റെ പേര്? സോഫി. ഓ, ആ യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ മകൾ അല്ലേ? അതെ, ഞങ്ങൾ ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളാണ്. നിന്നോട് ഞാനത് ചോദിച്ചു. ഒപ്പം മുഖമടിച്ചൊരു അടിയും അവർക്ക് വീണു. അവളുടെ മുടിക്കുത്തിനെ പിടിച്ച് ഉയർത്തി നിർത്തി ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആട്ടി മൂടി അവളെ നോക്കി. കൊള്ളാം, കൊള്ളാം. സപ്തസമുദ്രം മിഴിയിൽ ചാർത്തിയ പെണ്ണെ, സാന്ധ്യരാഗം കവിളിൽ ചാർത്തിയ പെണ്ണെ, നിന്നെ താലി കെട്ടിയതേതൊരു പുരുഷൻ ഭാഗ്യവാൻ. അവളെ വലിച്ചടിപ്പിച്ചു. ബഹളം കേട്ട് വല്യമ്മ തപ്പിത്തടഞ്ഞെത്തി. സോഫിയെ, നീ ഇറച്ചി കൊണ്ടുവന്ന് വരുന്നത്? പിടിക്കവളെ, അനധികൃതമായി നീ മാംസം കടത്തിക്കൊണ്ടുവരും അല്ലേടി? അവർ ആ ഫ്ലാറ്റ് മുഴുവൻ അരിച്ചു പറക്കി. എവിടെയാടി അവളെ? ഇവള് കൊണ്ടുവച്ചതാ സോഫി. കുറച്ച് എനിക്കും തരാൻ പറ മക്കളെ. തള്ളയുടെ എല്ലില്ലാത്ത നാവ്, തെളിവിനത് മാത്രം മതിയല്ലോ. നിഷ്ഠൂരരായ ജർമ്മൻ പടയാളികൾ സോഫിയും കുട്ടിയും വലിച്ചെരച്ചു. സ്വസ്തിക് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി. എന്നെയും കൂടെ കൊണ്ടുപോയിടാ പട്ടികളെ. തപ്പിത്തടഞ്ഞെത്തിയ വല്യമ്മ സ്റ്റെയർകേസിന്റെ മുകളിലത്തെ പടിയിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വീണു. സോഫി എത്തിയ തടവറയിൽ നിരവധി തടവുകാർ, യുവതികൾ, കുട്ടികൾ, വൃദ്ധകൾ, എല്ലാം ജൂതവിരോധികളായ ക്രിസ്ത്യാനികൾ. തടങ്കൽ പാളയത്തിന്റെ മേധാവി റൂഡോ ഹൗസൻ, അയാൾ പതിവായി പാളയത്തിലെത്തും. സുന്ദരികളായ യുവതികളെ ഓരോരുത്തരായി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ എങ്ങനെയാണെന്ന് സോഫിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യും? ഈശ്വര, ഞങ്ങൾ ജർമ്മൻകാർക്കെതിരെ നിന്നിട്ടില്ല. ആയിരക്കണക്കിന് ജൂതന്മാർ പിടഞ്ഞു മഴിക്കുമ്പോഴും ഞങ്ങൾ ഹിറ്റ്ലർക്ക് നേരെ ഉയർന്നിട്ടില്ല. പക്ഷേ എന്നിട്ടും. പതിവ് പോലെ പരിവാര സമേതം ഹോസ്റ്റൽ പാളയത്തിലെത്തി. എല്ലാവരും തയ്യാറാവുക, നിങ്ങളിപ്പോൾ ബിർക്കലയിലേക്ക് പോവുകയാണ്. തീവണ്ടി കൃത്യസമയത്തിന് തന്നെ പുറപ്പെടും. ഹറിയപ്പ്. കുത്തി നിറച്ച തീവണ്ടി ബിർക്കലയിലേക്ക് യാത്ര തിരിച്ചു. അവർ ബിർക്കലയിലെത്തി. തടവുകാരെ സൈനികർ വലിച്ചു പുറത്താക്കി. ഓടിയെത്തിയ കുട്ടികളെ ഒരു സൈനികൻ ചവിട്ടി ഞെരിപ്പിച്ചു. മാറിപ്പോയിടാ പട്ടികളെ. ദയവ് ചെയ്ത് എന്റെ കുട്ടികളെ തരൂ, അല്ലെങ്കിൽ എന്നെ അവരോടൊപ്പം അയക്കൂ. ഒരു പട്ടാള മേധാവി അവളുടെ അടുത്തേക്ക് വന്നു. ഓ സോഫി, ഡോണ്ട് ക്രൈ. നിങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ അവർ ഈ ലോകത്തിന് തന്നെ ആവശ്യമില്ല. ദാ നോക്കൂ, അതാ ഗ്യാസ് ചേമ്പർ. ഞങ്ങൾ അവരെ അവിടേക്ക് അയക്കും. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, എന്നെയും അവരോടൊപ്പം അയക്കും. അവളിൽ നിന്ന് ഒരാർത്ഥനാദം ഉയർന്നു. സോഫി, നിനക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു കുട്ടി, ഒന്നിനെ മാത്രം നിനക്ക് തരാം. ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? പറയൂ സുന്ദരി. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. തിരഞ്ഞെടുപ്പിന്റെ ക്രൂരമായ നിമിഷങ്ങൾ. അവൾ കണ്ണടച്ചു. വിരൽ ചൂണ്ടിയത് ജാൻക്ക് നേരെ. ജാൻ ഓടിയെത്തി. ഇവയെ ഒരു പട്ടാളക്കാരൻ ബലമായി കൊണ്ടുപോയി. ആ സംഘം പോകുന്നത് ഗ്യാസ് ചേമ്പറിലേക്ക്. അമ്മേ, എനിക്ക് വിശക്കുന്നു അമ്മേ. എന്റെ പാവക്കുട്ടിക്കും വിശക്കും അമ്മേ. അവൾക്കറിയില്ലല്ലോ അവളും അവളുടെ പാവക്കുട്ടിയും പോകുന്നത് ഗ്യാസ് ചേമ്പറിലേക്കാണെന്ന്. സോഫി ബോധമറ്റ് നിലം പതിച്ചു. പക്ഷേ വിധി അവളെ വെറുതെ വിട്ടില്ല. സ്വന്തം മകൻ ജാനിനെ പോലും അവൾക്ക് കിട്ടിയില്ല. ഏതോ തടങ്കൽ പാളയത്തിൽ വിശപ്പും രോഗവും അവനെ കാർന്നു തിന്നേക്കാം. യുദ്ധാവസാനത്തോടുകൂടി സോഫി മോചിതയായി. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഒരു ഭാഗത്ത് ജനങ്ങൾ ഉണ്ണുകയും ഉറങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ജൂതന്മാർ മാത്രമല്ല, ജൂതന്മാരുടെ ശത്രുക്കൾ പോലും ലോകത്തിന്റെ മറ്റേ ഭാഗത്ത് ഗ്യാസ് ചേമ്പറുകൾക്ക് മുന്നിൽ മരണം കാത്ത് ക്യൂ നിൽക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഹിറ്റ്ലർക്ക് മാത്രമല്ല, ഹിറ്റ്ലറുടെ ഫാസിസത്തിന്റെ ചുരുളുകാർക്ക് പോലും അതിൻ്റെ പങ്കിട്ടേ മതിയാവും. മാനുഷാദകളുയരട്ടെ, മൗനം വിട്ടുണരട്ടെ, പുതിയൊരു
വാഗ്മികമുടയട്ടെ നവ മാനുഷാദമുയരട്ടെ. പുതിയൊരു വാഗ്മികമുടയട്ടെ നവ മാനുഷാദമുയരട്ടെ. നന്ദി, നമസ്കാരം.